കോൾ സമ്മറി വെച്ചാണോ നിങ്ങൾ എന്നെ കോർണർ ചെയ്യാൻ നോക്കുന്നത്? ഹലോ, ഫോൺ ചെയ്തതിനല്ല, ഇത് ചെയ്ത മാനുവലിനെ കൃത്യം നടക്കുന്നതിന് തൊട്ടു മുമ്പ് നിങ്ങൾ മെസ്സേജ് അയച്ചു. എന്തിനായിരുന്നു? അതിനുള്ള ഉത്തരം നിങ്ങൾ പറഞ്ഞാൽ പറ്റൂ. അതിന് ഇമാനുവൽ ഞങ്ങളുടെ ഒരു നല്ല സുഹൃത്തായിരുന്നു. പക്ഷെ അവന് വിപിനോട് എന്ത് വൈരാഗ്യം ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല. ചായ കുടി. ഞാനിപ്പോ വരാം. വേണ്ട സർ. കഴിച്ചു. പണി പാളി. സന്ധ്യ പറയുന്നത് നീ വിപിനോടുള്ള എന്തോ വൈരാഗ്യത്തിന് ചെയ്തതാണെന്നാ. അവൾക്കെതിരെ ഒരു പ്രൂഫുമില്ല. അവള് സുഖമായിട്ട് ഊരിപ്പോരും. തൻ്റെ കാര്യമാ കഷ്ടം. ഇത്ര ചെറുപ്പത്തിലെ വിപിനെ കൊല്ലാൻ മാത്രം തനിക്ക് അവനോട് എന്ത് വൈരാഗ്യമാണ് ഉണ്ടായിരുന്നത്? പ്രശ്നമാണ്. കോടതി, ശിക്ഷ, ജയിൽ, കഷ്ടപ്പെടും. മനസ്സിലുള്ള വിഷമം ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ വലിയ ആശ്വാസമാണ്. സന്ധ്യ, അതെ, ഇതിൽ ഇൻകമിങ് മാത്രമേ ഉള്ളൂ, ഔട്ട് ഗോയിങ് ഇല്ല. ഞാൻ വേണ്ട 100 വട്ടം പറഞ്ഞതാ. അവനെ കൊന്നാൽ എനിക്ക് അവളെ കെട്ടാൻ പറ്റുമെന്ന് പറഞ്ഞ് അവളെ നിർബന്ധിച്ച് എന്നെ കുട്ടി ചെയ്യിച്ചതാ. അല്ലാതെ ഞാൻ മനസ്സറിച്ച് ചെയ്തതല്ല സാറേ. ഉച്ചയ്ക്ക് വേണ്ടിയുള്ള ദൈവം ഞാൻ ഒരുത്തരം കൊന്നത്. അവളല്ല പ്ലാൻ ചെയ്ത് അവനെ എയർപോർട്ടിൽ അവിടെ കൊണ്ടുവരാമെന്ന്, ആ സ്പോട്ടിൽ നിർത്താമെന്നല്ല അവളെ പറഞ്ഞു. അതനുസരിച്ച ഞാൻ അവിടെ എത്തിയത്. അവൾക്ക് വേണ്ടി സാർ ഞാൻ ഇതൊക്കെ ചെയ്തത്. എന്റെ തടി കുറഞ്ഞിട്ടുണ്ടല്ലേ? കുറഞ്ഞിട്ടുണ്ടോ? കുറച്ചൊന്നും അല്ല എന്റെ പൊന്ന് അലക്സേ. ഈ കേസ് തുടങ്ങിയപ്പോ മുതലുള്ള ടെൻഷനാ. റിട്ടയർഡ് ജഡ്ജിന്റെ മോനായതുകൊണ്ട് മോളിൽ നിന്ന് വല്ലാത്ത പ്രഷറായിരുന്നു. ആ ചെക്കനെ വെച്ച് ഈ കേസ് ക്ലോസ് ചെയ്യാമായിരുന്നു. ഈ കേസിൽ ആ പെൺകുട്ടിയുടെ ഇൻവോൾവ്മെന്റ് കണ്ടുപിടിച്ചത് തന്റെ ബ്രില്യൻസ് തന്നെ. ഇനി നമ്മളെ തോണ്ടാൻ ഒരു CBIയോ ഒരു ക്രൈംബ്രാഞ്ചോ വരില്ലല്ലോ. എന്തായാലും തനിക്കൊരു പ്രമോഷൻ ഉറപ്പാ.